Hi everyone, this is Yebin from Evica. അങ്ങനെ നമ്മുടെ WatchOS 11 ഇപ്പോൾ ഒഫീഷ്യലി റിലീസ് ആയിരിക്കുകയാണ്. ഈ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും നമ്മുടെ WatchOS 11 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ആപ്പിൾ വരുത്തുന്നുണ്ട്. നമുക്ക് അതെല്ലാം ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം. സോ ഇതേപോലുള്ള അടിപൊളി അപ്ഡേഷൻസ് റിലീസാകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ അപ്ഡേഷനിൽ വന്ന പുതിയ 3 വാച്ച് ഫേസസ് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഹോം സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഈ ഒരു ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പുതിയ 3 വാച്ച് ഫേസസ് നമുക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്ലെക്സ്, ഫോട്ടോസ് ആൻഡ് റിഫ്ലക്ഷൻസ്, ഈ 3 വാച്ച് ഫേസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ഫ്ലെക്സ് എന്ന് പറഞ്ഞ പുതിയ വാച്ച് ഫേസ് എടുക്കാം. ഇത് സീരീസ് 10-നായിട്ടാണ് ആപ്പിൾ റിലീസ് ചെയ്തതെങ്കിലും നമുക്ക് എല്ലാ സപ്പോർട്ടിങ് ആപ്പിൾ വാച്ചിലും ഇത് വന്നിട്ടുണ്ട്. സീരീസ് 10-ൽ നമുക്ക് ഈ ഒരു വാച്ച് ഫേസ് എനേബിൾ ചെയ്യുമ്പോൾ സെക്കൻഡ് സൂചി ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വർക്കാവുന്ന ആ ഒരു മാറ്റം ആപ്പിൾ വാച്ച് സീരീസ് 10-ൽ വന്നിട്ടുണ്ട്. ഇതേപോലെ ന്യൂമറിക്കൽസിൽ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. സർപ്രൈസിംഗ്ലി നമുക്ക് വാച്ച് ഫേസിൽ ഇനി മുതൽ മലയാളം എന്ന ഫോണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത സ്റ്റൈൽ നോക്കാം. ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫും ഓണും ചെയ്യുന്ന ഡിവൈസിൽ ഫിൽഡും ഔട്ട്ലൈനും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ നമുക്ക് കളേഴ്സിലും കുറച്ചധികം ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കളർ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ രണ്ടാമത്തെ വാച്ച് ഫേസ് സെറ്റ് ചെയ്യാം. ഫോട്ടോസ് എന്ന് പറഞ്ഞ ഈ വാച്ച് ഫേസ് എങ്ങനെയാണ് കൂടുതൽ യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചാൽ നമ്മുടെ WatchOS 11-ലേക്ക് വരുമ്പോൾ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വാച്ചിന് ഏറ്റവും നല്ല അടിപൊളിയായ വാച്ച് ഫേസിൻ്റെ ഫോട്ടോസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് തന്നെ കണ്ടെത്തുന്നതാണ്. പക്ഷേ നമ്മുടെ വാച്ചിൽ ആ ഓരോ ഫോട്ടോസ് ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ട്. വാച്ചിലും ഫോണിലും ഈ പറഞ്ഞ ഫോട്ടോസ് സിംഗിൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോ ആൽബം കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഇനി നമ്മുടെ അടുത്ത വാച്ച് ഫേസ് നോക്കാം. റിഫ്ലക്ഷൻസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഡയൽ ഫുൾ സ്ക്രീനും പിന്നെ സർക്കുലറും ഉണ്ട്. ഈ ഒരു വാച്ച് ഫേസിൽ നമുക്ക് 4 കോംപ്ലിക്കേഷൻ യൂഷ്വലി ആഡ് ചെയ്യുന്ന പോലെ തന്നെ ആപ്പിൾ വാച്ചിൽ ആഡ് ചെയ്യാം. ഞാൻ ഫുൾ സ്ക്രീൻ എനേബിൾ ചെയ്തു. അതിനുശേഷം നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യാം. ഇഷ്ടംപോലെ കളേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആംബർ എന്ന കളർ നമുക്ക് ആഡ് ചെയ്തു. ഈ ഒരു ഫുൾ സ്ക്രീൻ നമുക്ക് കോംപ്ലിക്കേഷൻ അവൈലബിൾ അല്ല. ജസ്റ്റ് പ്രസ് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു റിഫ്ലക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ വാച്ച് അനക്കുന്ന ആ ഒരു രീതി അനുസരിച്ച് തന്നെ വാച്ച് ഫേസിന് കുറച്ചധികം മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ജൈറോസ്കോപ്പും എല്ലാ സെൻസസും യൂസ് ചെയ്തുകൊണ്ട് വാച്ച് ഫേസ് ഈ ഒരു കൈയിൻ്റെ മൊമെൻറ്റം അനുസരിച്ച് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ഹോം സ്ക്രീനിൽ വന്ന ഡിജിറ്റൽ ക്രൗണ്ട് യൂസബിലിറ്റിയാണ്. നമ്മുടെ ഡിജിറ്റൽ ക്രൗണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ സ്ക്രോൾ അപ്പ് ചെയ്യുകയാണെങ്കിൽ സ്മാർട്ട് സ്റ്റാക്സും വിജറ്റ്സും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ഒരു സ്മാർട്ട് സ്റ്റാക്സും ബാക്കി കാര്യങ്ങളും നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ സ്മാർട്ട് സ്റ്റാക്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതെടുത്ത് കഴിയുമ്പോൾ ലൈവ് ആക്ടിവിറ്റി എന്ന ഓപ്ഷൻ നമുക്ക് പുതുതായിട്ട് വന്നതാണ്. അത് ഓൺ ചെയ്താൽ മാത്രം നമ്മുടെ എല്ലാ ലൈവ് ആക്ടിവിറ്റിയും നമ്മുടെ ഐഫോൺ വരുന്ന എല്ലാ കാര്യങ്ങളും WatchOSലും വരുന്നതാണ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറയുന്ന എന്തെങ്കിലും ഒരു കലണ്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂവി ടിക്കറ്റ്സോ പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള റിമൈൻഡേഴ്സോ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് സ്റ്റാക്സിൽ കറക്റ്റായിട്ട് വരുന്നതാണ്. ഇനി അടുത്തൊരു മാറ്റം വന്നിരിക്കുന്നത് ഇനി മുതൽ യൂബർ അതേപോലെ സൊമാറ്റോ ഒക്കെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ലൈവ് ആക്ടിവിറ്റി ഫോണിൽ വന്ന പോലെ തന്നെ നമ്മുടെ WatchOSലും ആക്ടിവേഷൻ വരുന്നതാണ്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ കൺട്രോൾ സെൻറ്ററിലാണ്. ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാം. താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഡിവൈസിൻ്റെ സൗണ്ട് ഇനി മുതൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ഡിവൈസിൻ്റെ സൗണ്ട് ഇനി മുതൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. മ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സൗണ്ട് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സൗണ്ടിൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് തന്നെ പുതിയ കുറച്ച് റിംഗ് ടൂണുകളും അതേപോലെ വോയിസ് ടൂൺസും നമുക്ക് വന്നിട്ടുണ്ട്. ഇന്നേപോലെ വാച്ചിൽ നമുക്ക് ഈ പറഞ്ഞ റിംഗ് ടൂൺസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ ഈ ഒരു WatchOS 11-ൽ ഈ ഒരു റിംഗ് ടൂൺസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞിട്ട് സൗണ്ട്സ് എന്ന ഓപ്ഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നേരെ താഴത്തേക്ക് പോവാം. ഇവിടെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ റിംഗ് ടൂൺ ടെക്സ്റ്റ് ട്യൂണിലാണ് നമുക്ക് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ജസ്റ്റ് റിംഗ് ടൂൺ എടുക്കാം. ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത് പെബിൾസ് ആണ്. ഇത് സെല്ലുലാർ ആയിട്ടുള്ള വാച്ചിൽ വന്ന ആ റിംഗ് ടൂണാണ്. ഇനി ഫോക്കസ് ഈ പറയുന്ന ടൂണാണ് നോൺ സെല്ലുലാർ ആയിട്ടുള്ള ആപ്പിൾ വാച്ചിൽ വന്നിരുന്നത്. താഴത്തേക്ക് നോക്കുമ്പോൾ കുറേയധികം പുതിയ നമുക്ക് റിംഗ് ടൂൺസ് ലഭിക്കുന്നുണ്ട്. ട്രാൻസ്മിറ്റ്
എനിക്ക് ഈ ഒരു ടൂൺസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ വിൻഡപ്പാണ്. ഇത് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ടൂണായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ എനിക്ക് ഈ പറഞ്ഞ ടെക്സ്റ്റ് ടൂണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്രില്യൻറ്റ് എന്നുള്ള ടൂണാണ്. നമുക്ക് ഈ പറഞ്ഞ ഡിഫോൾട്ട് ടോൺ കേൾക്കാം. ഇതായിരുന്നു ഡിഫോൾട്ട് ടോൺ. പക്ഷേ ഇപ്പോൾ ബ്രില്യൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നും കൂടെ വെക്കാം. ഈ ഓരോ ടൂൺസിനടിച്ചിട്ടുള്ള ഹാപ്റ്റിക്സും നമ്മുടെ വാച്ചിൽ ആപ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചിയർ, അതേപോലെ അടുത്തത് ഗ്ലോബൽ, ഇത് നമുക്ക് നേരത്തെ ഉണ്ടായതാണ്. മൊമെൻറ്റ്, സ്കൂപ്പ്, ടൈം കീപ്പർ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേഴ്സണൽ ഫേവറേറ്റ് ബ്രില്യൻ്റ് ആണ്. നിങ്ങൾ വാച്ച്OS 11 അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഏറ്റവും ഫേവറേറ്റുള്ള ടൂൺ ഏതാണെന്ന് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നീട് നമ്മുടെ വാച്ച്OS 11-ൽ കുറേയധികം പുതിയ ആപ്ലിക്കേഷൻസ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് നേരത്തെ എക്സിസ്റ്റിംഗ് ആയിരുന്നു വെച്ചാൽ കുറേയധികം ആപ്ലിക്കേഷനിലും കുറേയധികം ചേഞ്ച് കൊണ്ടുവന്നുണ്ട്. നമുക്ക് ഏറ്റവും ആദ്യം വർക്കൗട്ട് ആപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഔട്ട്ഡോർ റണ്ണ് അല്ലെങ്കിൽ ഔട്ട്ഡോർ വാക്ക് ഞാൻ സെലക്ട് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സ്റ്റാർട്ട് എ ചെക്ക് ഇൻ വെൻ വർക്കൗട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താണ് കറക്റ്റ് എന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പുതിയ വാക്കിൻ്റെ വർക്കൗട്ട് എടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ഇൻ്റർഫേസ് ജസ്റ്റ് സ്വൈപ്പ് ലെഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ താഴത്ത് ചെക്ക് ഇൻ എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്താണ് ഈ ചെക്കിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ, യൂഷ്വലി നമ്മൾ കുറച്ച് ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഗ്യാങ് ആയിട്ടൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ വർക്കൗട്ടിന് പോകുന്നത്. ആ ഒരു സമയം ഈ പറയുന്ന നമ്മുടെ കൂട്ടുകാരൻ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ ചെക്കിൻ ഓപ്ഷൻ നമ്മളെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് വന്ന പുതിയൊരു ആപ്ലിക്കേഷനാണ് ഷസാം എന്ന് പറയുന്നത്. നമുക്കറിയാം ആപ്പിൾ ഈ പറഞ്ഞ ഷസാം എന്ന കമ്പനി ഓൺ ചെയ്താലും ഫോണിലാണ് അത് കൂടുതലായിട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ഇപ്പോൾ വാച്ച്OS 11-ൽ ആപ്പിൾ പുതിയതായിട്ട് ഒരു ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പാട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ മാത്രമല്ല, തൊട്ട് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ വാച്ച് ഉപയോഗിച്ചും ഫോൺ ഉപയോഗിച്ചും റെക്കഗ്നൈസ് ചെയ്ത ട്രാക്കുകൾ നമുക്ക് ഈ പറഞ്ഞ ഹിസ്റ്ററിയിൽ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഒരു ട്രാക്ക് ഞാൻ ഈ പറയുന്ന ഡിവൈസിൽ വാച്ചിൽ ഞാൻ റെക്കഗ്നൈസ് ചെയ്ത് എൻ്റെ ഐഫോണിൽ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ പറയുന്ന 3 ഡോട്ട്സ് ഞാൻ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറേയധികം ഓപ്ഷൻസ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ആഡ് ടു ആപ്പിൾ മ്യൂസിക് ലൈബ്രറി, ആഡ് ടു പ്ലേലിസ്റ്റ്, ഓപ്പൺ ഇൻ ആപ്പിൾ മ്യൂസിക്, ഡിലീറ്റ് ഇൻ ഹിസ്റ്ററി എന്നീ പറഞ്ഞ ഓപ്ഷൻസും നമ്മുടെ ഷസാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത അടുത്ത ആപ്ലിക്കേഷനാണ് ടൈഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് വാട്ടർ സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഈ ഒരു ടൈഡ് ആപ്സ് എടുക്കാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറേയധികം പ്രീസെറ്റ് അല്ലെങ്കിൽ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന കുറേയധികം ബീച്ചിൻ്റെ ലിസ്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ എൻ്റെ നാട്ടിൽ ഈ പറയുന്ന സെലക്ട് ചെയ്ത ബീച്ച് എനിക്കിവിടെ വന്നിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി ബീച്ച് എന്ന ആ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കറക്റ്റ് ആപ്പിൽ ടൈഡ്സ് എല്ലാം എനിക്ക് കാണാൻ പറ്റും. എത്രയാണ് ടൈഡ് ഫോളിങ്, അതേപോലെ ഓരോ ടൈഡിൻ്റെയും ഈ പറഞ്ഞ റൈസും അതേപോലെ ലോ ഫേഡിങ്ങും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ ടൈം ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ രാവിലെ 4:34 സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഹൈ ടൈഡ് എന്ന് എനിക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇവിടെ ഏറ്റവും ഉച്ചക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും രാത്രി 10:24 ലോ ടൈഡ് എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പിറ്റേ ദിവസം രാവിലെ ട്യൂസ്ഡേ രാവിലെ നോക്കുകയാണെങ്കിലും രാവിലെ ഈ പറഞ്ഞ 11:14 ലോ ടൈഡും കറക്റ്റ് സൺറൈസും എനിക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അവിടെ ഈ പറയുന്ന ടൈഡ് 1.3 ഫീറ്റ് റൈസ് ചെയ്യുന്നു കറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ സർഫ് ചെയ്യുന്നവർക്കും അതേപോലെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നവർക്കും നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആവും. പിന്നീട് വന്ന ഒരു മേജർ ഫണ്ടമെൻ്റൽ ഹെൽത്ത് ആപ്പാണ് വൈറ്റൽസ് എന്ന് പറയുന്നത്. ഈ ഒരു വൈറ്റൽ ആപ്പ് ഏറ്റവും കൂടുതൽ യൂസേഴ്സിന് നല്ല രീതിക്ക് ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി എൻ്റെ ആപ്പിൾ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ സ്ലീപ്പ് ട്രാക്കിംഗ് ചെയ്യുന്നുണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഓവർനൈറ്റ് വൈറ്റൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് 8 or later ആണെങ്കിൽ റെസ്റ്റ് ടെമ്പറേച്ചറിൻ്റെ ഓപ്ഷനും ഈ ഒരു വൈറ്റൽസ് ആപ്പിൽ വരുന്നുണ്ട്. എനിക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഹാർട്ട് റേറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ റെസ്പിറേഷൻ റേറ്റ് കൊടുത്തിട്ടുണ്ട്, ബ്ലഡ് ഓക്സിജൻ കൊടുത്തിട്ടുണ്ട്, ആൻഡ് എൻ്റെ സ്ലീപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എത്ര മണിക്കൂർ ഞാൻ കറക്റ്റായിട്ട് ഉറങ്ങിയിട്ടുണ്ടെന്നും എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാച്ച് 8 or later ആണെങ്കിൽ ഇവിടെ റെസ്റ്റ് ടെമ്പറേച്ചറും എനിക്ക് കാണിക്കുന്നുണ്ട്. താഴത്തേക്ക് പോകുമ്പോൾ എനിക്ക് ട്രേഡിംഗ് ലോഡും ബാക്കി എല്ലാ കാര്യങ്ങളും
കാണിക്കുന്നുണ്ട്. ഈ ഒരു വൈറ്റൽസ് ആപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാത്രി സ്ലീപ്പിൻ്റെ എല്ലാ അനാലിസിസും കാര്യങ്ങളും അറിഞ്ഞ് ഈ പറയുന്ന നമ്മുടെ ഹെൽത്തിനെ നല്ല രീതിക്ക് പുഷ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വൈറ്റൽ ആപ്പിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് എന്തായാലും ജസ്റ്റ് വൈറ്റൽസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനുവേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. മൂവിങ് ഫ്രം വൈറ്റൽ ആപ്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം തന്നെയാണ് സ്ലീപ്പ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി മുതൽ നമുക്ക് സ്ലീപ്പ് ട്രാക്ക് ചെയ്യാനായിട്ട് ഫോക്കസ് മോഡിൽ പോയി നമുക്ക് സ്ലീപ്പ് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്ലീപ്പ് ഫോക്കസ് ഓൺ ചെയ്താൽ മാത്രമായിരുന്നു ലാസ്റ്റ് വാച്ചേഴ്സ് 10 വരെ നമുക്ക് ഈ പറഞ്ഞ സ്ലീപ്പ് കറക്റ്റായിട്ട് ആക്സസ് ചെയ്യുള്ളൂ. പക്ഷേ ഇനി മുതൽ നമ്മുടെ വാച്ച് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് സ്ലീപ്പും നാപ്പും, അതായത് ചെറിയൊരു മയക്കവും അതേപോലെ നല്ലൊരു ഉറക്കവും വാച്ച് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യുന്നതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഉറക്ക സമയത്ത് റിസ്റ്റ് മിക്കവാറും ഒരു റെസ്റ്റിംഗ് പൊസിഷനിലായിരിക്കും. അല്ലാത്ത പക്ഷം നമ്മുടെ റിസ്റ്റ് എപ്പോഴും ഒരു മൊമെൻറ്റം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ വാച്ച് ഓട്ടോമാറ്റിക്കലി സ്ലീപ്പും നാപ്പും ഇനി മുതൽ ട്രാക്ക് ചെയ്യുന്നതാണ്. ഇനി പിന്നീട് വന്ന മാറ്റം നമ്മുടെ ഫിറ്റ്നസ് ആപ്പിലാണ്. ജസ്റ്റ് നമ്മുടെ ഫിറ്റ്നസ് ആപ്പ് എടുക്കാം. ഈ ഒരു ഫിറ്റ്നസ് റിങ് ഇനി മുതൽ നിങ്ങൾക്ക് പോസ് ചെയ്യാനും ആവശ്യം അനുസരിച്ച് റെസ്യൂം ചെയ്യാനും പറ്റുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇൻ കേസ് പെട്ടെന്ന് നിങ്ങൾക്കൊരു പനി വന്നു, ആ ഒരു പനി വരുന്ന സമയത്ത് റിങ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും ചലഞ്ചസ് ഇതേപോലെ പൂർത്തിയാക്കാനും പറ്റില്ല. ആ ഒരു സമയത്ത് ഈ ഒരു സ്കോർ സ്ക്രീറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ചുകൊണ്ട് പിന്നീട് അത് ക്യാരി ഓവർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ ഈ കാണുന്ന ഐക്കണിൽ ടാപ്പ് ചെയ്യാം. നേരെ താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ഗോൾസ് എന്നും പോസ് റിംഗ് എന്നും ഓപ്ഷൻ ഉണ്ട്. പോസ് റിംഗ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ റിങ്സ് നമുക്ക് പോസ് ചെയ്യാൻ ഒരു ദിവസത്തേക്കും, അതേപോലെ അൺടിൽ ഒക്ടോബർ കസ്റ്റം എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പനി വരുന്ന സമയത്ത് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിക്കവർ ചെയ്യാം. സോ ഈ പറഞ്ഞ പനി മാറിയതിന് ശേഷം ആ ഒരു റിങ് നമുക്ക് റെസ്യൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഈ ഓരോ കസ്റ്റമറുള്ള അവാർഡ്സും ബാക്കി ചലഞ്ചസും നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൺട്രോൾ ചെയ്യാനും അതേപോലെ ആ ചലഞ്ചസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം ആപ്പിൾ വാച്ച്OS 11 നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്ത വന്നിരുന്ന മാറ്റം ട്രെയിനിങ് ലോഡ് എന്ന് പറയുന്നതാണ്. ഓരോ വ്യക്തികൾക്കും അവരുടെ വർക്കൗട്ട്സ് പല ഇൻറ്റൻസിറ്റിയും അതേപോലെ ലോഡുമായിരിക്കും ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഈസി ആവുന്ന പല വർക്കൗട്ടും ചിലപ്പോൾ ഓപ്പോസിറ്റിക്കുന്ന വേറെ വ്യക്തിക്ക് ഹാർഡായിട്ടും മീഡിയമായിട്ടും ഫീൽ ചെയ്യും. സോ ആ ഒരു ട്രെയിനിങ് ലോഡ് നമ്മുടെ വാച്ചിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഹാർട്ട് റേറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാച്ച് തന്നെ ഇനി മുതൽ നമുക്ക് പറയും. അതിന് നമുക്ക് ഈ പറഞ്ഞ വർക്കൗട്ട്സ് ആപ്പിൽ ഓട്ടോമാറ്റിക്കലി വർക്കൗട്ടിന് ശേഷം ട്രെയിനിങ് ലോഡ് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ മിനിമം നമ്മളൊരു 1 മിനിറ്റ് ഓർ മോർ ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ട്രെയിനിങ് ലോഡ് കാണിക്കുള്ളൂ. ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ എനിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫിറ്റ്നസ് റിങ്ങിലൂടെ ഞാൻ കാണിക്കാം. നേരത്തെ ഞാൻ ചെയ്ത വർക്കൗട്ട് ലോഡാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇവിടെ ടിപ്പിക്കലായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇപ്പോൾ ഒരു വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ ട്രെയിനിങ് ലോഡ് ഞാൻ ആഡ് ചെയ്യാം. ജസ്റ്റ് നമ്മുടെ വർക്കൗട്ട് സമ്മറി എടുത്തു. താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എഫോർട്ട് എനിക്ക് ഈസിയാണ്. അവിടെ ടാപ്പ് ചെയ്യണമെങ്കിൽ എഫോർട്ട് എനിക്ക് ഈ പറഞ്ഞ 1 ഈസി 2 3 ആഡ് ചെയ്യാം. ഇതേപോലെ മോഡറേറ്റ് 4 5 6 ആഡ് ചെയ്യാം. അതേപോലെ ഹാർഡ് 7 ഹാർഡ് 8 സെലക്ട് ചെയ്യാം. അതേപോലെ ഓൾ ഔട്ട് 9 അതേപോലെ 10 നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ വാക്കിംഗ് പേസ് എനിക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈസിയിലാണ് ഞാൻ കൊടുക്കുന്നത്. ജസ്റ്റ് ഈ പറഞ്ഞ ക്ലിക്ക് ചെയ്തു. എൻ്റെ എഫോർട്ട് അവിടെ ഈസി ആയിട്ട് സേവ് ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളുടെ വർക്കൗട്ട് ലോഡും ഇനി മുതൽ ആപ്പിൾ വാച്ചിൽ സേവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇൻറ്റൻസിറ്റി നമ്മൾ പറയില്ലേ 1-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അതായിട്ട് ലോഡ് ട്രെയിൻ ചെയ്യുന്നുണ്ടോ, അതേപോലെ ഇൻറ്റൻസിറ്റി നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ ഈ പറഞ്ഞ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ മനസ്സിലാവും വെൽ ബിലോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യം കറക്റ്റായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്താൽ ഈ ഒരു ഫിറ്റ്നസ് ലോഡിൻ്റെ ട്രെയിനിങ് ഇൻറ്റൻസിറ്റി ആപ്പിൾ വാച്ച് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നീട് നമ്മുടെ വാച്ച് ഫേസിൽ മലയാളം ഫോണ്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് എങ്ങനെയാണ് സെറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വാച്ചിൻ്റെ ആപ്പിലേക്ക് പോവാം. അതിനുശേഷം ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫേവറേറ്റ് ആയിട്ടൊരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആഡ് കൊടുത്തു.
ഇനി ആ ഒരു ഫോട്ടോയിൽ നമുക്ക് കസ്റ്റമൈസേഷനോ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഇതവിടെ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ആണ് ഈ പറഞ്ഞ ലേ ഔട്ടിൽ വരുന്നത്. ഞാൻ ഈ ഒരു സെയിം ലേ ഔട്ട് തന്നെ കൊടുത്തു, സേവ് ചെയ്തു. ഇനി താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ ആ ഒരു ടൈം സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഫോണ്ടിൻ്റെ ആ ഒരു 3 കളക്ഷൻസും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഈ ഒരു കളക്ഷനാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫോണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂമറിക്കൽസിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറബിക് വെസ്റ്റേൺ ആണ് വന്നിരിക്കുന്നത്, അതേപോലെ അറബിക് ഈസ്റ്റേണും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങോട്ട് കുറേയധികം പോയി കഴിയുമ്പോൾ നമ്മുടെ മലയാളം എന്ന് പറഞ്ഞൊരു ഫോണ്ട് കാണാൻ പറ്റും. ഈ ഒരു ഫോണ്ട് നമ്മുടെ ഐഫോണിലും ആപ്പിൾ വാച്ചിലും ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ കറക്റ്റായിട്ട് ഈ പറയുന്ന ആപ്പിൾ വാച്ചിൽ ഇനി മുതൽ ടൈമിൽ ഈ പറയുന്ന മലയാളം ഫോണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വലിയൊരു മാറ്റം, കുറേയധികം ഫോണ്ടുകൾ ഇവിടെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ലാംഗ്വേജ് ടെക്സ്റ്റുകൾ ഇനി മുതൽ നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ഫോട്ടോ വാച്ച് ഫേസിൽ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. പിന്നീട് നമ്മുടെ ആപ്പിൾ വാച്ചിൽ പുതിയൊരു ആപ്ലിക്കേഷൻ ആപ്പിൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും നല്ല രീതിക്ക് ആപ്പിളിൻ്റെ ഓൺ ഡിവൈസ് ആയിട്ട് തന്നെ ഇനി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഏറ്റവും നല്ല യൂസർ ഇൻ്റർഫേസിലാണ് ആപ്പിൾ വാച്ചിൽ ഈ പറഞ്ഞ ട്രാൻസ്ലേറ്റ് ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യാൻ ഇതേപോലെ സ്വാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ 3 ഡോട്ട്സിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സ്പീഡ്, പ്രൊനൗൺസിയേഷൻ്റെ സ്പീഡും അതേപോലെ ഓട്ടോ പ്ലേ ട്രാൻസ്ലേഷനും പ്രിഫേർഡ് ഇൻപുട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇനി ഈ ഒരു ട്രാൻസ്ലേറ്റ് ആപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം എവിടെയാണ് വരുന്നത് വെച്ചാൽ, നിങ്ങൾ എബ്രോഡ് ട്രാവൽ ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ ഡിഫറെൻറ്റ് ഫോറിൻ ലാംഗ്വേജ് ഉള്ള കൺട്രീസ്, സ്പാനിഷോ അല്ലെങ്കിൽ മെക്സിക്കോ, അങ്ങനെ എവിടെയും ട്രാവൽ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മുടെ ആപ്പിൾ വാച്ച് ടൈം സോൺ ഡിഫറൻസിയേഷൻ മനസ്സിലാക്കി സ്മാർട്ട് സ്റ്റാക്സിൽ ഈ പറയുന്ന ട്രാൻസ്ലേറ്റ് ആപ്പിൻ്റെ ലൈവ് വിജക്റ്റ് അല്ലെങ്കിൽ ലൈവ് ആക്ടിവിറ്റി വിജക്റ്റ് ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഈ പറഞ്ഞ സ്മാർട്ട് സ്റ്റാക്സിലും ഇനി മുതൽ വാച്ച്OS 11 നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ഹോം ആപ്ലിക്കേഷനിലാണ്. ഹോം ആപ്ലിക്കേഷനിൽ നമുക്ക് വിഷ്വലി ഒരു ചേഞ്ചും വന്നിട്ടില്ല. പക്ഷേ വന്നിരിക്കുന്ന മാറ്റം എവിടെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ സ്മാർട്ട് ആക്സസറീസ്, സേ ഫോർ എക്സാമ്പിൾ സ്മാർട്ട് കീസോ അല്ലെങ്കിൽ സ്മാർട്ട് ലോക്കോ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്രാ വൈഡ് ബാൻഡിൻ്റെ ഒരു ആക്ടിവിറ്റി ഇപ്പോൾ വാച്ച്OS 11 ആപ്പിൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വാച്ച് നമ്മുടെ ഈ പറയുന്ന ലോക്കിൻ്റെ അടുത്ത് കൊണ്ടൊന്ന് വെക്കണം എന്ന് നിർബന്ധമില്ല. ജസ്റ്റ് അതിൻ്റെ അടുത്ത് ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിൽ എത്തിയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീടിൻ്റെ ഈ പറയുന്ന ലോക്ക് നമുക്ക് ഇനി മുതൽ അൺലോക്ക് ചെയ്യാനുള്ള ആ ഒരു അൾട്രാ വൈഡ് ബാൻഡിൻ്റെ ആക്ടിവിറ്റിയും ഹോം എന്ന ആപ്ലിക്കേഷനിൽ ആപ്പിൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ വാച്ചിൽ ഡബിൾ ടാപ്പ് എന്നുള്ള ഫീച്ചർ നമുക്ക് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ആ ഡബിൾ ടാപ്പ് ഫീച്ചർ API ഡെവലപ്പേഴ്സിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇനി മുതൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സിനും ഈ ഒരു ഡബിൾ ടാപ്പ് എന്ന് പറഞ്ഞ ഫീച്ചർ ആപ്പിളിൻ്റെ വാച്ച്OS 11 യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വന്നിരിക്കുന്ന മേജർ റീമാപ്പിംഗ് നമ്മുടെ മീഡിയ കൺട്രോൾസിലാണ്. ജസ്റ്റ് ഞാൻ ഈ പറയുന്ന ഫോണിൽ ഒരു പുതിയ ട്രാക്ക് വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഞാൻ വെക്കുകയാണ്. നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, ഞാൻ വോളിയം ഒന്ന് കുറച്ചിട്ട് ഒരു ട്രാക്ക് വെച്ചു. ഈ ട്രാക്ക് വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ലൈവ് ആക്ടിവിറ്റി ആയിട്ട് ഈ പറയുന്ന മീഡിയ കൺട്രോൾസ് വന്നിട്ടുണ്ട്. ഇത്രയും നാൾ നമ്മുടെ ഒരു മീഡിയ കൺട്രോളായിട്ട് ഫുൾ സ്ക്രീൻ വരുമായിരുന്നു. പക്ഷേ ഇനി മുതൽ ആണെങ്കിൽ ഇതേപോലെ ഒരു സ്മാർട്ട് സ്റ്റാക്ക് ആയിട്ടാണ് മീഡിയ കൺട്രോൾ വരിക. പക്ഷേ നമുക്ക് ഇനി അതിൻ്റെ ഫുൾ ഫ്ലഷ് കൺട്രോൾ വേണമെങ്കിൽ ടാപ്പ് ചെയ്യാം. ഈ പറയുന്ന ട്രാക്കിലേക്ക് നമുക്ക് ഫുൾ ആക്സസും ലഭിക്കുന്നതാണ്. ഇവിടെ സൗണ്ട് കൺട്രോളും അതേപോലെ പാട്ട് പോസ് ചെയ്യാൻ, പ്ലേ ചെയ്യാൻ, അതേപോലെ നെക്സ്റ്റ് ട്രാക്കിലേക്കൊക്കെ പോകാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഞാൻ പ്ലേ ചെയ്തു. അതേപോലെ നമ്മുടെ മീഡിയ കൺട്രോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് പോസ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഈ ഒരു മീഡിയ കൺട്രോൾ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ആപ്പിൾ മാറ്റിയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡേറ്റും ടൈമും മന്തും എല്ലാം കറക്റ്റായിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഇതെല്ലാം നമ്മുടെ വാച്ച്OS 11 ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. ഇനിയും വാച്ച്OSൽ കുറേയധികം ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളും മാറ്റങ്ങളും വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്കറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതേപോലെ അപ്ഡേഷൻ റിലീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വാച്ച്OSൽ എവിടെയെങ്കിലും ഏതെങ്കിലും ആപ്പുകളോ കാര്യങ്ങളോ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മെയിൻ വീഡിയോയോ
അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ നമ്മുടെ ചാനലിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ഇതേപോലെ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മളെ ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ആൻഡ് വാട്സാപ്പ് എല്ലാത്തിൻ്റെയും സോഷ്യൽ മീഡിയ ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഫോളോ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. This is Jebin Xavier signing from Evica.